ശ്രീ ശ്രീ ഋതു, എന്തൊക്കെയാ ഹരീഷ് ഇത്? ഈ സ്ത്രീയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാ. ഇവര് പറയുന്നതായിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്താലോ? എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചോദിക്കാൻ നീ ആരാടി? സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയാണുള്ള ഭാവം അങ്ങ് പുറത്തു മതി, ഇവിടെ വേണ്ട. ഭ്രാന്ത് നിനക്കും നിന്റെ അമ്മ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീക്കോ, അല്ലാതെ എന്റെ പെങ്ങക്കല്ല. പല പ്രാവശ്യം അവരെനിക്ക് മയക്കുമരുന്ന് തന്നു. മനസ്സിന്റെ സമനില തെറ്റാനുള്ള മരുന്ന്. ഒടുവില് എന്നെ കൊല്ലാൻ എന്തോ മരുന്ന് കലക്കുന്നത് ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാ. ഈ വീട്ടിൽ നിന്ന ഈ സ്ത്രീയെ മുഴുവൻ ഭ്രാന്തിയാക്കും. ഒടുവിൽ എന്നെ കൊല്ലും. ഋതു, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. എനിക്കിവിടെ ജീവിക്കാൻ പേടിയാ. എടാ, നിന്റെ അമ്മ കാണിക്കുന്ന ഈ ദ്രോഹത്തിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ? എന്റെ അമ്മയെ വിമർശിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കുമില്ല. ഇവക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളവളെ കൊണ്ടുവെക്കോ. എനിക്ക് ഇവളെ വേണ്ട. ഈ സ്ത്രീയുടെ സ്വഭാവം ഹരീഷിന് ശരിക്കും അറിയില്ല. ഇവിടെ നിന്ന ഇവനെന്നെ എങ്ങനെയും കൊല്ലും, ഒരു സംശയം വേണ്ട. ഋതു, എനിക്ക് വയ്യ. ശ്രീ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ. പോ ശ്രീ, പോ. രാജു, പോ. അമ്മയെ സ്നേഹിക്കരുതെന്നും ഉപേക്ഷിക്കരുതെന്നും ഒരു മനുഷ്യരും പറയില്ല. പക്ഷെ ജീവിതത്തില് നിന്റെ അച്ഛനോട് പോലും ഒരു നീതിയും ചെയ്യാത്ത ഈ സ്ത്രീ പറയുന്നത് കേട്ട് നീ വിശ്വസിക്കരുത്. ഇവരും മക്കളെ വളർത്തിയതേ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, ഇവരുടെ നന്മയ്ക്കാ. എടാ, നിന്റെ അമ്മ ഒരു പിശാച. ഹരീഷേ, അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കും. കൊണ്ടുപോടാ ഈ നാശത്തിന്. ഇവളെ ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇവള് നശിച്ചു പോത്തേ ഉള്ളൂ. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കുന്നതാ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാ എന്റെ നിയന്ത്രണം വിട്ടുപോകും. വെറുതെ പടുമരണം ചോദിച്ചു വാങ്ങരുത്, പറഞ്ഞേക്കാം. കൊച്ചിനെ വിളിച്ചോണ്ട് വേണ. വാ മോളെ.